നമസ്കാരം. നമ്മൾ ഒരുപാട് തരം വൈറ്റമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ സൺലൈറ്റ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന വൈറ്റമിൻ ഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഇതിൻ്റെ സോഴ്സസ് ഇത് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് പലർക്കും അറിയില്ല. അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ ഇതുകൊണ്ട് എന്തൊക്കെ കാരണങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതെന്നും അറിയില്ല. പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുട്ടിക്ക് അടിക്കടി തുമ്മൽ, ജലദോഷം, പനി, ബുദ്ധിമുട്ടുകൾ വരികയാണ്, വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. ഭയങ്കര ഇമ്മ്യൂണിറ്റി ലോ ആണെന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട് കുഞ്ഞുമക്കളിൽ. അതുപോലെ കുഞ്ഞുമക്കളിൽ ബോൺ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. റിക്കറ്റ്സ് എന്നുള്ള രോഗം ബാധിച്ചിട്ടുള്ള. ഇപ്പം നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞ് ബോണെല്ലാം സോഫ്റ്റായി വരുന്ന ഒരു കണ്ടീഷനാണ് റിക്കറ്റ്സ്. കുട്ടികളിലാണ് കാണുന്നത്. 3 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഇതെല്ലാം വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ബേസിക് ആയിട്ടുള്ള കാരണം അവിടെ നിന്നാണ് വരുന്നത് എന്ന് പലർക്കും അറിയില്ല. ഇനി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിഞ്ഞാലും 1-2 മാസം മരുന്ന് കഴിച്ച് പിന്നെ അതിനൊരു കൃത്യമായിട്ട് ഫോളോ അപ്പ് ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 2-3 മന്ത്സ് കോഴ്സ് കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടറെ കണ്ട് ഇതിൻ്റെ ഡോസ് നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട രീതികൾ പലരും ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ നാട്ടിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ബാധിച്ചിട്ടുള്ളത് 70% ആൾക്കാരെയാണ്. ബാക്കി 30% ആൾക്കാർ സഫിഷ്യൻ്റ് ആണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി എപ്പോഴും പറയുന്നത് നമുക്ക് 20 അബോവ് ഉണ്ടെങ്കിൽ ഓക്കെ ഇറ്റ് ഇസ് സഫിഷ്യൻ്റ് എന്ന് പറയാം. 20 to 30 ഇസ് ഇൻസഫിഷ്യൻറ്റ് ആൻഡ് 30 അബോവ് നമുക്ക് ഓക്കെ സഫിഷ്യൻറ്റ്. 30 to 50 സഫിഷ്യൻ്റ് അളവാന്ന് പറയാം. ആൻഡ് അപ്പർ സേഫ് ലിമിറ്റ് എന്ന് പറയുന്നത് 100 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഇതിൽ തന്നെ 10ൻ്റെ ബിലോ വരുന്നത് സിവിയർ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഈ കേസിലെല്ലാം നമ്മളൊരു 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി കഴിച്ചിരിക്കണം വീക്ക്ലി ഒരു ടാബ് എന്ന രീതിയിൽ. അപ്പോൾ അതൊരു 10 അബോവ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 2 മന്ത്സ് 6 to 8 വീക്സ് എങ്കിലും കഴിക്കാം, അല്ലെ 3 മന്ത്സ് കഴിക്കേണ്ടി വരും ഇപ്പോൾ ബിലോ 10 ആണെന്നുണ്ടെങ്കിൽ. അപ്പം മെയിനായിട്ട് ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരിക? വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ യൂഷ്വലി പറയാറുണ്ട് ക്ഷീണം വരാം. അപ്പോൾ നല്ല രീതിയിലുള്ള ക്ഷീണം പേഷ്യൻ്റ് അനുഭവപ്പെടാം. അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടാണ് ബോൺ പെയിൻസ്. നമുക്ക് എല്ല് വേദനയുണ്ട്, ഭയങ്കര ബോഡി പെയിനാണ്, അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ്, മൂഡ് സ്വിങ്സ്. നിങ്ങൾക്ക് ഒരു ലോ മൂഡ്, ഒരു ഡിപ്രസ്ഡ് മൂഡ് ഉണ്ടാവുക. വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് കുറച്ച് നാളായിട്ട് വളരെ ലോ മൂഡിലേക്ക് പോവുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ആൾക്കൊന്നിനും താല്പര്യമില്ലാതാവുക, ലേസിനെസ് ഉണ്ടാവുക. അതുപോലെ മുടി കൊഴിച്ചിൽ സിവിയർ ആയിട്ട് വരുന്നതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലാണ്. തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. PCOD പോലുള്ള രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് കൂടാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. അപ്പോൾ PCOD പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആളുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിരിക്കണം. ഫെർട്ടിലിറ്റി ഇഷ്യൂസ് കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കണം. കാരണം വൈറ്റമിൻ ഡി ഇൻഡയറക്ട്ലി ഓവറിൻ റിസർവിനെ ബാധിക്കുന്നുണ്ട്, ഒരു സ്ത്രീയുടെ അണ്ടാശയത്തിലുള്ള എഗ്ഗിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ വൈറ്റമിൻ ഓക്കെ ആണോ നോക്കണം. പിന്നെ വൈറ്റമിൻ ഡിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനാണ്. അപ്പോൾ ചില സ്ത്രീകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം ഒരു 40+ കഴിഞ്ഞ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ഈസ്ട്രജൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. സ്ത്രീ ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടേ വരും. അതോടൊപ്പം തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി നല്ല രീതിയിലുണ്ടാവും. ബോൺ പെയിൻസ്, ബോൺ ഡെൻസിറ്റി കുറയുന്ന പ്രശ്നങ്ങൾ, ഓസ്റ്റിയോപോറോസിസ്, എല്ല് തേയ്മാനം പോലുള്ള അസുഖങ്ങളൊക്കെ വരാം. അപ്പോൾ ഈ സമയത്ത് ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്താ? കാൽഷ്യമാണ്. 40 കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾ കാൽഷ്യം സ്റ്റാർട്ട് ചെയ്യൂ. കാൽഷ്യം യൂഷ്വലി നമ്മൾ എടുക്കുന്ന ഒരു 500 mg ടാബ്ലറ്റ് ഒരു നേരം മീൽസിൻ്റെ കൂടെയാണ് എടുക്കാറ്. അപ്പോൾ ഈ കാൽഷ്യം മാത്രം കൊടുത്തിട്ടും കാൽഷ്യം ബ്ലഡിലുണ്ടായിട്ട് പോലും ചില സ്ത്രീകൾക്ക് അവസ്ഥയിൽ നിന്ന്, അതായത് ആ കണ്ടീഷൻ എന്നല്ല പെയിൻ എന്നൊരു മുക്തി ഉണ്ടാവില്ല. ബോൺ പെയിൻ സ്റ്റിൽ റിമെയിൻസ്, മസിൽ പെയിൻ സ്റ്റിൽ റിമെയിൻസ്. ഇത് എന്തുകൊണ്ടാണ്? വൈറ്റമിൻ ഡി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ആൾക്ക് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അപ്പോൾ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ ആ കാൽഷ്യം അവിടെ യൂസ്ലെസ് ആണോ? അപ്പോൾ ഇതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ബാലൻസിൽ കൊണ്ടുപോകാനും PCOD ഉള്ളവർക്ക് അത് കറക്ഷൻ ചെയ്യാനും നമ്മുടെ ഒവേറിയൻ റിസർവ് നന്നാക്കാനും ജനറലി നമുക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നൊരു ഇമ്മ്യൂണിറ്റി തരാനും ഒക്കെ വൈറ്റമിൻ ഡി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഡി എങ്ങനെ കിട്ടും? പല വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകും. കാരണം വൈറ്റമിൻ ഡി കിട്ടുന്നത് യൂഷ്വലി സൺലൈറ്റിൽ നിന്നാണ്. രാവിലത്തെ ഇളം വെയിൽ കൊള്ളുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും പല ഡോക്ടേഴ്സ് പല രീതിയിൽ പറയുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. എന്നാൽ വൈറ്റമിൻ ഡി സഫീഷ്യൻ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ വെയിലത്ത് നിൽക്കുമ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ എക്സ്പോസ്ഡ് ആയിരിക്കണം ബോഡി. നിങ്ങൾ ഫുള്ളി കവർ ചെയ്തൊരു പർദ്ദ പോലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഫേസ്, നെക്ക്, ആംസ് എങ്കിലും എക്സ്പോസ്ഡ് ആയിട്ട് വെയിൽ കൊള്ളണം. ആൻഡ് സമയം ഈസ് 11 AM to 2 PM, 11 മണി മുതൽ 2 മണി വരെയുള്ള സമയം. ഇത്രയും ദൈർഘ്യത്തിൽ നിങ്ങൾ വെയിൽ കൊള്ളണ്ട. 20 മുതൽ 30 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത്. അത്രയും നേരം നല്ല ചൂടുള്ള വെയിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ തട്ടിയെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡി നിങ്ങളുടെ ബോഡിയിൽ കിട്ടുള്ളൂ. പിന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻ്റ് ആയവർക്ക്, കുറവുള്ളവർക്ക് അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ ഈ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വെയിൽ കൊള്ളും. ഇനി ഭക്ഷണത്തിൽ നിന്ന്, ഫുഡ് സോഴ്സിൽ നിന്ന് വളരെ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുന്ന ഭക്ഷണങ്ങൾ വളരെ കുറവാണ്. എന്നാൽ വൈറ്റമിൻ ഡി കിട്ടുന്ന നല്ല ആമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന കുറച്ച് ഫുഡ് പറയാം.
അതിൽപ്പെട്ടതാണ് എഗ്ഗിൻ്റെ യെല്ലോ പോർഷൻ, എഗ് യോക്ക്. അതുപോലെ മീനിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള മത്തി വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു അളവിൽ വൈറ്റമിൻ ഡി അതിലടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാൽഷ്യം ഇതിലടങ്ങിയിട്ടുണ്ട്. മത്തിയിൽ കാൽഷ്യം വൈറ്റമിൻ ഡി ഒരേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെയാണ് ഫോർട്ടിഫൈഡ് മിൽക്ക്, കോഡ് ലിവർ ഓയിൽ, മഷ്റൂംസ് ഇല്ലേ, കൂണ്, ഇതെല്ലാം വളരെയധികം വൈറ്റമിൻ ഡി സഫീഷ്യൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഷെൽഡ് ഫിഷസ് നിങ്ങൾക്ക് കഴിക്കാം. കാൽഷ്യം റിച്ച് ആണ്. വൈറ്റമിൻ ഡിയും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകാനത് ഹെൽപ്പ് ചെയ്യും കാൽഷ്യത്തിൻ്റെ അളവ് ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ ഭക്ഷണങ്ങളും ക്രമീകരിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡിയിൽ നമുക്ക് നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ വൈറ്റമിൻ ഡി കൂടി നമുക്ക് പറയാം ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ചില ആൾക്കാർ എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോൾ, ചിലപ്പോൾ ഒരു മുടി കൊഴിച്ചിൽ കാണുമ്പോൾ തന്നെ വൈറ്റമിൻ ഡി കുറവുണ്ടാവും. ടെസ്റ്റ് ചെയ്യാതെ മരുന്നുകൾ കഴിക്കുന്നവരുണ്ട്. പല പേഷ്യൻസ് ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ സാഹചര്യം കാണാറുണ്ട്. ഞാൻ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഡോക്ടർ തന്നിരുന്നു, എനിക്ക് കുറവായിരുന്നു, സ്റ്റിൽ കണ്ടിന്യൂയിങ്. അത് അവരുടെ ഇഷ്ടത്തിന് അവർ കണ്ടിന്യൂ ചെയ്യണം. കാരണം അവർക്ക് അവരുടെ ക്ഷീണമൊക്കെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് കുറച്ച് നാളും കൂടെ കണ്ടിന്യൂ ചെയ്യാം, അപ്പോൾ എനിക്ക് ക്ഷീണം കുറവുണ്ടാവും. പിന്നെ അവർ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ മരുന്ന് വീക്കിലി കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ 60,000 യൂണിറ്റ് ആഴ്ചയിൽ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്. പിന്നെ ഡെയിലി ഡോസസ് ആയിട്ട് ഒരു 1000 അല്ലെങ്കിൽ 2000 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഡെയിലി ഡോസിൽ നമുക്കിങ്ങനെ ഒരു ടാബായിട്ട് പോകണം. ഈ രീതിയിൽ പോകുമ്പോൾ മാത്രമേ നമുക്കിത് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമുക്ക് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തത് സ്റ്റോപ്പ് ചെയ്യും കൂടെ വേണം. അപ്പോൾ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ 100ൻ്റെ എബോവ് പോകുമ്പോഴാണ്. അപ്പം നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവാം, അല്ലെങ്കിൽ കിഡ്നിയിൽ സ്റ്റോൺസ് വരാം, ഹൈപ്പർ കാൽസീമിയ, കാൽസ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്നൊരവസ്ഥ ഉണ്ടാവാം, ബോൺ പെയിൻസ് അപ്പോഴും വരാം, എക്സസ് ആയിട്ട് വരുമ്പോഴും ബോൺ പെയിൻസ് വരാം, ബോണി പ്രോമിനൻസ്, ബോണി ഗ്രോത്ത്സ് ഒക്കെ അധികമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത അവിടെയുണ്ട്. ഇനി നമ്മൾ വൈറ്റമിൻ ഡിയുടെ കാര്യം ഇടാം. അപ്പോൾ നിങ്ങളോട് എന്ത് ഡയറ്റ് എടുക്കണം എന്ന് പറഞ്ഞു, ഏത് നേരത്ത് വെയിൽ കൊള്ളണം എന്ന് മനസ്സിലായി. ഇതാണ് വൈറ്റമിൻ ഡിയുടെ സോഴ്സ്. ആൻഡ് ഓൾസോ ഐ ടോൾഡ് അബൌട്ട് വൈറ്റമിൻ ഡി ഫങ്ഷൻസ്. ഇനി നമുക്ക് കാൽഷ്യത്തിലേക്ക് വരാം. കാൽഷ്യം എന്ന് പറയുന്നത് 99% നമ്മളെ ബോൺസിൽ, ടീത്ത്സിൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. 1% മാത്രമേ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കാൽഷ്യം അബ്സോർപ്ഷന് വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം യൂഷ്വലി 8.2 to 10.2 അളവിലാണ് നമ്മുടെ ബ്ലഡിൽ വേണ്ടത്, സിറത്തിൽ വേണ്ടത്. അപ്പോൾ കാൽഷ്യം കുറവുണ്ടെങ്കിൽ നമ്മൾ കാൽഷ്യം കുറവിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ കാൽഷ്യം കുറവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്താണ്? നിങ്ങൾ കുട്ടികളിൽ പറയാറുണ്ട്, വളരുന്ന പ്രായത്തിൽ ഗ്രോയിങ് പെയിൻസ് എന്ന് ഡോക്ടേഴ്സ് പറയും. നിങ്ങൾ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ കാലിൻ്റെ വേദന പറയുന്നുണ്ട്, കാലിൻ്റെ കാഫ് മസിലിൻ്റെ വേദന പറഞ്ഞിട്ട് പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഗ്രോയിങ് പെയിൻസ് ആണ്. ഈ സമയത്ത് കുട്ടികൾക്ക് നല്ല കാൽഷ്യം വേണം. കാരണം അവിടെ എല്ല് വളരുന്ന സമയമാണ്, എല്ല് നീളം വെക്കുന്ന സമയമാണ്. കാൽഷ്യം നല്ല രീതിയിൽ വേണം. അപ്പോൾ കുട്ടികൾക്ക് നല്ല പ്രോട്ടീനും കാൽഷ്യം ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ കാഫ് മസിൽ പെയിൻ വരാം കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ. ജനറലി ബോൺ പെയിൻസ് നല്ലോണം ഉണ്ടാവാം, നെർവ് കണ്ടക്ഷന് പ്രശ്നം ഉണ്ടാവാം, മസിൽ പെയിൻസ് ഉണ്ടാവാം. അപ്പോൾ മസിലിൽ ശരിക്കും കൺട്രാക്ഷൻ നടക്കാതിരിക്കാം, നമ്മുടെ ഹാർട്ടിൻ്റെ റിതം പ്രോപ്പർ അല്ലാതാവാം, ബ്ലഡ് ക്ലോട്ടിങ് നടക്കാതിരിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഹോർമോണൽ ഇഷ്യൂസും ഈ സമയത്ത് ഉണ്ടാവാം. അപ്പോൾ കാൽഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കേസിലാകുമ്പോൾ. അത് പ്രഗ്നൻസിയിൽ, ഫെർട്ടിലിറ്റിയിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി കാൽഷ്യം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 500 mg ആണ് ഒരു ദിവസം ഒരു ആൾക്ക് മീൽസിൻ്റെ കൂടെയാണ് അത് കൊടുക്കുക. യൂഷ്വലി ആഫ്റ്റർനൂൺ പ്രിഫർ ചെയ്യാം. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ ലഞ്ചിന് തൊട്ട് പുറകെയൊക്കെ നമുക്ക് കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കാം. ഇനി കാൽഷ്യത്തിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അയൺ. അയണും കാൽഷ്യം ഒരിക്കലും കമ്പൈൻ ചെയ്തോ അടുപ്പിച്ചോ കഴിക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് അയൺ ടാബ്ലറ്റും കൂടെ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു 2 hours ഗ്യാപ്പെങ്കിലും അയണും കാൽഷ്യവും തമ്മിൽ നിർബന്ധമായിട്ടും വേണം. കാൽഷ്യം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഹൈലി പൊടി പൗഡേർഡ് ആയിട്ടുള്ള ബിവറേജസ് ഉണ്ട്. ഇപ്പോൾ ടീ, കോഫിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കുടിക്കുന്നവരാണെങ്കിൽ അതും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത് നന്നാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം വൈറ്റമിൻ ഡി അബ്സോർപ്ഷന്, കാൽഷ്യം അബ്സോർപ്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി. ആൻഡ് വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാഗ്നീഷ്യം ഗമ്മീസ് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ മാഗ്നീഷ്യം സപ്ലിമെൻറ്റേഷൻസും കൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് പേഷ്യൻറ്റിൽ കാണാൻ സാധിക്കും. ഇനി 40+ കഴിഞ്ഞ സ്ത്രീകളിൽ കാൽഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻറ്റാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ബോൺ പെയിൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഈസ്ട്രജൻ കുറഞ്ഞു തുടങ്ങുമ്പോൾ ഒക്കെ നമ്മൾ കാൽഷ്യം കൊടുക്കും. ആ സമയത്തും കൂടെ നിങ്ങൾ വൈറ്റമിൻ ഡിയും കൂടെ ചെക്ക് ചെയ്തിരുന്നാൽ നന്നാവും. അതോടൊപ്പം തന്നെ ആ ലേഡിയുടെ തൈറോയ്ഡ് ചെക്ക് ചെയ്യുക. ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ AMHൻ്റെ ഒപ്പം വൈറ്റമിൻ ഡിയും കൂടെ ടെസ്റ്റ് ചെയ്താൽ നന്നാവും. ഓവറിൻ റിസർവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് തമ്മിലുള്ളൊരു ലിങ്ക് ആ സമയത്ത് മനസ്സിലാവും. ഇനി കാൽഷ്യത്തിന് വേണ്ടി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? റാഗി കഴിക്കാം. റാഗി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തി നല്ല രീതിയിൽ കാൽഷ്യം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മുരിങ്ങയുടെ ഇല,
പിന്നെ എള്ള് നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. എള്ള് നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുക, ബദാം ഉൾപ്പെടുത്തുക. ഇത്രയും സംഭവങ്ങളിലെല്ലാം നല്ല രീതിയിൽ റിച്ചായിട്ട് കാൽഷ്യം സോഴ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാൽസ്യം കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതായത് കാൽസ്യം കുറവ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഈ വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്ന ഒരു കമ്പൈൻഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. മാഗ്നീഷ്യം, ഇതെല്ലാം ഇത്രയും ഒക്കെ വൈറ്റമിൻസും മിനറൽസും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി പെയിൻസ് ഉണ്ടാവാം, ഉറക്കക്കുറവുണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, മടി ഉണ്ടാവാം, മുടി കൊഴിച്ചിലുണ്ടാവാം, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവാം, ഒരുതരം ഇറിറ്റേഷൻസ് ഉണ്ടാവാം, മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. ഇതെല്ലാം ജനറലി ഒരു അസുഖമായിട്ട് കാണുന്നില്ല. എല്ലാവരും ടോട്ടലി ആളുടെ ഒരു ക്യാരക്ടറായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പം ആൾ മോശമാണ്, അല്ലെങ്കിൽ ആ കുട്ടി എപ്പോഴും പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തീരെ ഉറക്കമില്ല, ഫുൾ ടൈം ഫോണിലാണ്, വേറെ ഒരു പണിയും ചെയ്യില്ല, വെറും മടിച്ചാണ്. ഈ പറയുന്നതെല്ലാം എന്തിൻ്റെയാണ്? ആക്ച്വലി ഒരു ക്യാരക്ടറായിട്ടാണ് ആൾക്കാർ ബന്ധപ്പെടുത്തുക, ആ കുട്ടിയുടെ ഒരു ജനറൽ ട്രെയ്റ്റ് ആയിട്ട്. പക്ഷേ ഒരിക്കലും അത് അങ്ങനെയല്ല. അത് ഇറ്റ് മൈറ്റ് ബി റിലേറ്റഡ് ടു സംതിങ് ലൈക്ക് ദിസ്. ഇപ്പം നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ പ്രോബ്ലം ആയിരിക്കാം, കാൽഷ്യത്തിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിരശല്യങ്ങൾ കാണാറുണ്ട്. ഇതിനൊക്കെ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആ ടൈമിൽ കൊടുക്കുക എന്നുള്ളത്. ഈ ടൈമിൽ കുട്ടികൾക്ക് ഇറിറ്റബിലിറ്റി കൂടും. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കുട്ടികളുടെ ബ്ലഡ് ഒന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അനീമിക് ആണോ, ഡെഫിഷ്യൻ്റ് ആണോ, പല്ല് കടിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ ജനറൽ ആ കുട്ടി നന്നായിട്ട് പല്ല് കടിക്കും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നല്ല കൂർക്കം വലിയാണ്. ഇതൊക്കെ നമുക്ക് ഉള്ളിലുള്ള മറ്റൊരു രോഗത്തിൻ്റെ പുറമേ കാണിക്കുന്ന ലക്ഷണങ്ങൾ മാത്രമാണ്. ഒരിക്കലും കൂർക്കം വലി ഒരു രോഗമല്ല, അല്ലെങ്കിൽ പല്ല് കടിക്കുന്നത് ഒരു രോഗമല്ല. അരി പെറുക്കി തിന്നുന്നു എന്ന് പറയുന്നത് അനീമിക് അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഇവിടെ വരുമ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ സെൽഫായിട്ടല്ല നടത്തേണ്ടത്. നിങ്ങൾക്ക് ഇത്തരം പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ടെസ്റ്റുകൾ നിങ്ങൾ ഈ ലക്ഷണം പറയുമ്പോൾ ഡോക്ടർ എഴുതി തരും. അത് പ്രകാരമുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഏതെങ്കിലും ഡെഫിഷ്യൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സ് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷനായി. ആൻഡ് ഓൾസോ നിങ്ങളൊരു മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ അപ്പ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഡോക്ടർ എടുത്തിട്ട് വന്നിട്ട് തന്നെയാവണം. പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ കേസിലൊക്കെ ഞാൻ കാണാറുണ്ട്, 75 mg കഴിക്കുന്നു, 100 mg കഴിക്കുന്നു, വർഷങ്ങളായിട്ട് ഇതേ അളവിൽ പോകുന്നു, തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നുമില്ല, ഡോക്ടറെ കാണുന്നുമില്ല, ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഡോസ് കുറക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വരുത്താവുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.